എൻ്റെ പേര് മോഹനൻ. 56 വർഷം കൊണ്ട് ഈ ജോലി ചെയ്യുന്നു. 1860 കൊട്ടാരത്തേക്ക് നേർമയുള്ള തുണി നെയ്യാൻ വേണ്ടി വള്ളിയൂരിൽ നിന്ന് ശാലികരെന്ന് പറയുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നു. അവർ വീവറാണ്, നെയ്ത്തുകാരാണ്. പക്ഷേ നെയ്ത്തിൻ്റെ ബാക്കിയുള്ള ജോലി ചെയ്യാൻ, ഈ പാവുണാക്കാൻ, പാവോടാൻ, അതിനുള്ള മൊത്തം 5 സമുദായക്കാരെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഒരു 5 വർണ്ണത്തെരുവുണ്ട്. 5 വർണ്ണത്തെരുവെന്ന് പറഞ്ഞാൽ 5 സമുദായങ്ങളുടെ തെരുവാണ്. ഇത് മഹാരാജാവ് കൊണ്ടുവന്ന് ഇവിടെ അങ്ങേരെ ഭൂമി പതിച്ചു കൊടുത്ത് ഓരോ തെരുവ്. ബാലരാമപുരം കൈത്തറിക്ക് ഒരു വിലയുണ്ട്, ഒരു മഹിമ. അത് ഈ ലൂമിനെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം. കുഴിത്തറി ലൂമിൽ ചെയ്യുന്നത് ഈ സ്റ്റാൻഡ് തറയിൽ നെയ്യും പോലെ അല്ല, മെഷീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാം കൈകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആ ചെയ്തെടുക്കുന്ന അതിന് നല്ല വെറൈറ്റി ഉണ്ട്, നല്ല മിനുസമുണ്ട്. ഈ തറി നമ്മൾ നെയ്യുന്ന സമയത്ത് ഈ ലോളർ എന്ന് പറയുന്ന സാധനമുണ്ട്. ലോളർ അതായത് പാവ് പിരിന്ന് വരുന്നത്. ഇങ്ങനെ ഓരോ ചവിട്ടിനും ഇങ്ങനെ ആവും. പക്ഷേ ഇത് മറ്റൊരു തറയിൽ വരില്ല. അടിച്ച് നെയ്യുന്ന സ്റ്റാൻഡ് തറയിൽ ഇങ്ങനെ ഒരു തള്ളു മാത്രമേ ഉള്ളൂ. ഇതിൽ ആ ബാലരാമപുരം കൈത്തറിയിൽ ഇങ്ങനെ വരും. അതിലാണ് ഗ്ലേസിങ് കൂടുന്നത് തുണി. അതുകൊണ്ടാണ് ഈ ബാലരാമപുരം കൈത്തറിക്ക് ഇത്രയും മാർക്കറ്റ്. ഇതാണ് യഥാർത്ഥ കൈത്തറി അടിച്ചു നെയ്യുന്നത്. ഈ തറി ഒന്നേ ഉള്ളൂ. ഈ കൈത്തറിയിൽ ഈ അച്ഛൻ എന്ന് പറയുന്ന സാധനം മുളയാണ്, അതിൽ ഇരുമ്പാണ്, അത് മെഷീനിൽ ചെയ്ത് വരുന്നതാണ്. എന്നാലും നമ്മളെ കൈത്തറിയിൽ ചെയ്യുമ്പോൾ ഒക്കെയില്ല. അത് 2 ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ കാലിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങും. വേസ്റ്റിയൊക്കെ കൊടുത്താൽ അത് മുകളിലോട്ട് പൊങ്ങും. ഇതാകുമ്പം നിൽക്കും, നല്ല സ്റ്റാൻഡേർഡായിട്ട് നിൽക്കും. അതിനെത്രയ്ക്ക് ഇത് വില കൂടുതലുണ്ട്. അത് ഒരു വേസ്റ്റിക്ക് 1400 രൂപ, 1300 മുമ്പോട്ട് വിലയാണ്. എന്നാൽ അതേ വേസ്റ്റ് പവർ ലൂമിലുള്ള 400 രൂപയ്ക്ക് വാങ്ങി. അടിച്ചു നെയ്യുന്ന മിൽപ്പാവെന്ന് പറഞ്ഞില്ലേ ഞാൻ, അത് 800 രൂപയ്ക്ക് വാങ്ങി. പരുത്തി ചെടിയിൽ നിന്ന് പഞ്ഞിയെടുത്ത് പഞ്ഞിയെ സ്പിന്നിങ് മില്ലിൽ കൊടുത്ത് നൂലാക്കി അതിവിടെ മാർക്കറ്റിൽ വരുന്നത്. രാജപാളയം, കോയമ്പത്തൂർ, ആ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ പഞ്ഞി നൂല് ഇവിടെ വരണത്. യാണാൻ പ്യുവർ കോട്ടനാണ്. കോട്ടണിൽ ഒരു മാറ്റവുമില്ല, പ്യുവർ കോട്ടനാണ്. കസവ് എന്ന് പറഞ്ഞാൽ പ്യുവർ കസവ് പട്ട് നൂലിൽ വെള്ളി വയൻഡ് ചെയ്ത് സ്വർണ്ണ കിൽറ്റ്. ഇതിപ്പോൾ നിൽക്കുന്ന ഓഫേനാണ്, അതിൻ്റെ കുറഞ്ഞാണ്, സെക്കൻഡ് ക്വാളിറ്റിയാണ്. ഇത് ചെമ്പാണ്, അത്രയ്ക്കുള്ള വില വ്യത്യാസമുണ്ട്. അത് ഒരു മുഴ നൂലിന് 45-50 പൈസ വില ഉള്ളപ്പം ഇതിന് ഒരു 2 പൈസ പോലും വിലയുണ്ട് ഈ ചെമ്പിന്. അങ്ങനത്തെ വിലയ്ക്കുള്ള വ്യത്യാസമുണ്ട്. ഈ സാരിക്ക് ഇപ്പോൾ ഒരു 7000 രൂപയ്ക്കകത്ത് വില വരുമെങ്കിൽ ഇതുപോലത്തെ പ്യുവർ സാരി ചെയ്യണമെങ്കിൽ 30,000 രൂപ അടുപ്പിച്ച് പോകാം, 28,000 രൂപയ്ക്കാകും. അത്രയ്ക്ക് വിലയുടെ വ്യത്യാസം. ഈ കോട്ടണിലെ ഒരു നൂലും ഈ നൂലുമായിട്ട് വ്യത്യാസമുണ്ട്. ഇതിനെ നമ്മൾ മുറുക്ക് നൂലെന്നാണ് പറയണം. ബലം കൂടുതലാണ് കേട്ടോ. ഈ മുറുക്ക് നൂലാണ്. ഇതിനെ ഡൈ ചെയ്ത് ഇതിൻ്റെ പുറത്തുള്ള കറ മൊത്തം കളഞ്ഞിട്ട് കളർ പിടിപ്പിക്കുകയാണ്. അപ്പം ഇത് പോവില്ല, നമ്മൾ ആ മുണ്ട് കീറിയാൽ ഇതിൻ്റെ കളർ പോവില്ല. ഇത്രയ്ക്ക് ഈ തുണി ഈ നൂല് ബലക്കാൻ കരുതിയാണ് മുറുക്ക് നൂലിൽ ചെയ്യുന്നത്. ഇതിൽ ചെയ്യാൻ ഒക്കില്ല. ഇത് മുറുക്കില്ലാത്ത നൂലാണ്. ഇത് പിഞ്ചു പോവും, നമ്മൾ പിടിക്കുമ്പോഴേ പിഞ്ച് വന്നു പോകും. അത് വരില്ല. ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് 60-ാം നമ്പറാണ്. 40 ഉണ്ട്, അത് ഉപയോഗിക്കില്ല. അത് കട്ടിത്തരം, പണ്ടത്തെ കോറമുണ്ടല്ലേ, കോറമുണ്ട്, അതിനാണ് 40 നൂല് ഉപയോഗിക്കും. അത് പേന് പോലെ പുറത്തൊക്കെ ഒരുമാതിരി ഇതിൻ്റെ വേസ്റ്റാണ്. ഈ നല്ലതിൻ്റെ വേസ്റ്റാണ് 40 വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 60 കഴിഞ്ഞാൽ 80 ആക്കുമ്പോൾ ഒത്തിരി ക്വാളിറ്റി ഉള്ളതാണ്. ഇപ്പം മില്ലിൽ നിന്ന് വരുന്ന പാവ് 90 സാധാരണ. ഇതാണെങ്കിൽ 100, ഒറിജിനൽ 100. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ പറയും 100%-ൽ 20% കോട്ടൺ ഉള്ളൂ, 40% കോട്ടൺ ഉള്ളൂ. അങ്ങനെയൊക്കെ കോട്ടൻ്റെ ശതമാനം കുറഞ്ഞു വരും തോറും വില കുറഞ്ഞുകൊണ്ട്. ഉണക്ക് പാവലുള്ള ഒരു വേസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് കൈത്തറിയാണ്. അതിന് 1000-ന് മുമ്പോട്ട് വില വരും, 1200 രൂപയ്ക്കൊക്കെ മുമ്പോട്ട് വില വരും. ഇതേമാതിരിലും ചെയ്യുന്ന സ്ഥലത്ത് പെയ്യാൽ തന്നെയും 1100 രൂപ. കൈത്തറി മേഖലയിലും അടിച്ചു നെയ്യുന്ന തറിയുന്നത് മാറി ഇപ്പോൾ എല്ലാം പവർ ലൂമിൽ പോയി. പവർ ലൂം എന്ന് പറയുമ്പം 5 തറിക്ക് ഒരു വീവർ മതി. നമ്മൾ ഈ തറിയിൽ 2 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്യുന്നത് 4 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്യുന്നത് അത് 1 മണിക്കൂർ മതി. അങ്ങനെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ലേബർ കുറയുമ്പം വിലയിൽ കുറച്ച് കൊടുക്കാൻ. ഇതിപ്പോൾ 1 മണിക്കൂർ ഞാൻ ഇവിടെ വന്ന് ചെയ്താൽ
ഒരു 200 രൂപ കിട്ടും. 5 മണിക്കൂർ 7 മണിക്കൂർ ജോലി ചെയ്ത് 150 രൂപയാണ് എനിക്ക് പടി. ഇന്നൊരു കൊത്തൻ്റെ വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ ഒരു കൊത്തൻ്റെ കൈവാളായിട്ട് പോയാലും 900 രൂപ. ഈ കിട്ടുന്ന തൊഴിലിൽ വരുമാനം കുറവാണെങ്കിൽ നല്ല തൃപ്തിയുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ.